5ഉം 3ഉം വയസ്സുള്ള 2 കുരുന്നുകൾ. ലോകമെന്തെന്നോ ജീവിതമെന്തെന്നോ തിരിച്ചറിയാത്ത പ്രായം. വിശക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കാനും ഉറക്കം വരുമ്പോൾ അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞുറങ്ങാനും അറിയാവുന്ന 2 പിഞ്ചോമനകൾ. ഇപ്പോഴും ആ വീട്ടിൽ അവർ അവരുടെ അമ്മയെ തിരയുകയാണ്. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും കരയുന്നുണ്ട്. പക്ഷേ തങ്ങളെ ചേർത്ത് പിടിച്ചിരുന്ന, തങ്ങൾക്ക് ഉമ്മകൾ നൽകിയിരുന്ന ആ പ്രിയപ്പെട്ട മുഖം മാത്രം എവിടെ പോയി എന്ന് ആ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇനി ഒരിക്കലും തിരികെ വരാത്ത ദൂരത്തേക്ക് അമ്മ യാത്രയായെന്ന് ആ പാവം കുരുന്നുകൾ എങ്ങനെ അറിയാനാണ്? ഒരു നിമിഷത്തെ ദേഷ്യമാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിഴൽ വീഴ്ത്തിക്കളഞ്ഞത്. ഒരായുസ് മുഴുവൻ നീറി നിൽക്കാൻ പോകുന്ന വലിയൊരു ശൂന്യതയിലേക്കാണ് ആ മക്കൾ തള്ളപ്പെട്ടത്. കോതമംഗലം കോഴിപ്പിള്ളി സ്വദേശിനിയായ അനു സനൽ എന്ന 30-കാരിയുടെ വിയോഗം കേവലം ഒരു മരണവാർത്തയല്ല. അത് ഒരു നിമിഷത്തെ എടുത്തുചാട്ടം വരുത്തിവെച്ച വലിയൊരു ദുരന്തമാണ്. കുടുംബത്തിലുണ്ടാകുന്ന സാധാരണ വഴക്കുകൾ, അതിനിടയിൽ ഭർത്താവിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ അനു എടുത്ത ഒരു തീരുമാനം. ഭർത്താവിനെ പേടിപ്പിക്കാനായി സ്വന്തം ശരീരത്തിൽ തീ കൊളുത്തിയ ആ പെൺകുട്ടി ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകില്ല മരണം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എന്ന്. തീ പടർന്നു പിടിച്ചപ്പോൾ രക്ഷിക്കാനായി ഓടിയെത്തിയ ഭർത്താവിനും പൊള്ളലേറ്റു. എല്ലാം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെയാണ് അനുവിന്റെ ജീവൻ പൊലിഞ്ഞത്. കോഴിപ്പള്ളിയിലെ സ്വകാര്യ ലാബ് ജീവനക്കാരിയായിരുന്നു അനു. ജോലിയും കുടുംബവും മക്കളുമായി സന്തോഷത്തോടെ കഴിയേണ്ടിയിരുന്ന ഒരു വീടാണ് ആ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാശികളും ദേഷ്യങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ കാണിക്കുന്ന ആ വാശി ആരെയാണ് ശരിക്കും തോൽപ്പിക്കുന്നത്? ഈ സംഭവത്തിൽ അനു തോൽപ്പിച്ചത് ആരെയാണ്? മരണം കൊണ്ട് അവൾ ഒരുപക്ഷെ സ്വന്തം സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ അവൾ തോൽപ്പിച്ചത് ആ പിഞ്ചു മക്കളെയാണ്, അവരുടെ ജീവിതത്തെയാണ്. ഭർത്താവിനൊരുപക്ഷെ നാളെ മറ്റൊരു പങ്കാളിയെ കിട്ടുമായിരിക്കും. പക്ഷേ ആ മക്കൾക്കോ അവരുടെ അമ്മ എന്ന തണലിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒരു നിമിഷം താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ മക്കൾക്ക് അമ്മയുടെ മടിയിൽ സുരക്ഷിതമായിരിക്കാമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വാർത്ത നമ്മൾ പങ്കുവെക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് ഇനിയൊരു കുടുംബത്തിലും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ്. ജീവിതം വാശി കാണിക്കാനുള്ളതല്ല, ജീവിച്ചു തീർക്കാനുള്ളതാണ്. നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന ബോധം എന്നും ഉണ്ടാകണം. അനുവിന് വിങ്ങുന്ന വേദനയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ കുടുംബത്തിന് ഈ വേദന താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.